എന്തും സംഭവിക്കാം, തയ്യാറായിരുന്നു കൊള്ളൂ. ജൂതരോട് ആജ്ഞാപിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധം തന്നെയെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുകയാണ്. ടെഹ്റാന്റെ തല കത്തിക്കും, അതോടൊപ്പം ജൂതരെ സുരക്ഷിതരാക്കുകയും വേണം. ഇറാന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ. നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നതർക്ക് നവീകരിച്ച ഭൂഗർഭ അറകൾ ഉൾപ്പെടെ ഒരുക്കിയാണ് ഇസ്രയേൽ സൈന്യം കനത്ത സുരക്ഷ ഒരുക്കുന്നത്. ജനങ്ങൾക്കും സുരക്ഷിത സ്ഥാനങ്ങൾ തയ്യാറാക്കുകയാണ് സൈന്യം. ദീർഘകാലം താമസിക്കാൻ ശേഷിയുള്ള ഈ സംവിധാനത്തിന് എല്ലാത്തരം ആയുധങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുണ്ടെന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത്. അതായത് ഇസ്രയേൽ സജ്ജരായി നിൽക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും യുദ്ധത്തിന് തുടക്കം കുറിക്കാം. പലസ്തീൻ ഇസ്രയേൽ സംഘർഷം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി സ്വയം പ്രതിരോധത്തിന്റെ ഭാഷയിലേക്ക് ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. യുദ്ധത്തിൽ വിജയിക്കും എന്ന ആത്മവിശ്വാസവും അദ്ദേഹം മുറുകെ പിടിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഭയക്കാനുള്ളത് മറ്റു ചില കാര്യങ്ങളിലാണ്. പ്രബലരായ രണ്ട് തുല്യ ശക്തികൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇരു കൂട്ടരുടെയും കൈകളിലുള്ളത് മാരകായുധങ്ങളാണ്, ലോകം തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ളവ. ഇത് പ്രയോഗിക്കുകയാണെങ്കിൽ ലോകം തന്നെ ഇല്ലാതായി പോകും. എന്തായിരിക്കും ഇറാന്റെ ആക്രമണ സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാതെ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് ടെഹ്റാനിൽ പലയിടത്തായി ചാരന്മാരെ ഇറക്കിയിരിക്കുകയാണ്. യുദ്ധത്തിൽ ഇവരുടെ നീക്കം എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ് ലക്ഷ്യം. ഇസ്രയേലിന്റെ നിലനിൽപ്പ് നോക്കിയും ജൂതരെ സംരക്ഷിച്ചുകൊണ്ടും വേണം ഇസ്രയേലിന് യുദ്ധം ചെയ്യാൻ. ഇസ്രയേലിന് കരുത്തു പകരാൻ പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക യുദ്ധക്കപ്പലുകളും പോർ വിമാനങ്ങളും ഒക്കെ അയച്ചിട്ടുണ്ട്. ഇറാനുമായി അഭിപ്രായ വ്യത്യാസമുള്ള അറബ് രാജ്യങ്ങൾ പോലും പുതിയ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കാൻ മടി കാണിക്കുന്നുണ്ട്. മുസ്ലിം രാജ്യങ്ങളിലെ ജനങ്ങളുടെ പൊതുവികാരവും ഇറാൻ ഇപ്പോൾ അനുകൂലമായിരിക്കുകയാണ്. ഇത് അമേരിക്കയോട് അകലം പാലിക്കാൻ അറബ് രാജ്യങ്ങളെ നിർബന്ധിതമാക്കുന്നുണ്ട്. ഇറാൻ ഇസ്രയേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം മാത്രമല്ല, വലിയ രീതിയിലുള്ള ദുരന്തത്തിലേക്ക് കലാശിക്കും. പല വൻ ശക്തികളും ഈ യുദ്ധത്തിൽ ഇടപെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അമേരിക്കൻ ചേരി ഒരു ഭാഗത്തും റഷ്യയും ചൈനയും മറുഭാഗത്തും നിലയുറപ്പിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധമായി മാറുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്രമണത്തിന്റെ ശക്തിയും കൂടും. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളാണ് ഇസ്രയേലും ഇറാനും. ഇരു രാജ്യങ്ങളും രഹസ്യമായി ആണവായുധങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അനവധി യുദ്ധങ്ങൾ ചെയ്ത് പാരമ്പര്യമുള്ള പേർഷ്യൻ പോരാളികളാണ് ഇറാൻ. ഇറാനിലേക്ക് സൈന്യത്തെ അയച്ച് ആ രാജ്യത്തെ കീഴ്പ്പെടുത്തുക അത്ര നിസ്സാരമായ ഒരു കാര്യവുമല്ല. ഭൂമിശാസ്ത്രപരമായ ഘടനയും ഇറാൻ അനുകൂലമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ വ്യോമാക്രമണത്തിലൂടെ ഇറാനെ ആക്രമിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുക. രാഷ്ട്രീയ സ്വാധീനവും സൈനിക ശേഷിയും ഇന്റലിജൻസ് മികവുമാണ് ഇസ്രയേലിന്റെ കരുത്ത്. സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറുള്ള പോരാളികളായ ജനതയാണ് ഇറാന്റെ പ്രധാന കരുത്ത്. നിലവിൽ ആണവ രാഷ്ട്രമല്ലെങ്കിലും നിരവധി ആണവായുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ട്. ഇതിനു പുറമെ സജീവമായ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയും ഇറാനുണ്ട്. അടുത്തിടെയായി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നത് തോത് വലിയ രൂപത്തിലാണെന്ന് വിദഗ്ധർ വ്യക്തമാക്കിയിരുന്നു.